എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 പാർട്ട് 3 എന്ന ഈ വീഡിയോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് സ്ട്രക്ചർ എന്താണ്, എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ കോസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലാഡർ ഓഫ് കോസ്റ്റ് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന ഈ ഏരിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കോസ്റ്റ് ലാഡർ അല്ലെങ്കിൽ കോസ്റ്റ് സ്ട്രക്ചർ എന്ന ടോപ്പിക് നിങ്ങൾ എല്ലാവരും റിവൈസ് ചെയ്യണം. ലാഡർ കോസ്റ്റ് മനസ്സിലായാൽ മാത്രമേ, ലാഡർ ഓഫ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ ഇനി എടുക്കുന്ന പ്രോബ്ലംസിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം കിട്ടുകയുള്ളൂ. ഈ ടോപ്പിക് നിങ്ങൾ റിവൈസ് ചെയ്യുക. പ്രൈം കോസ്റ്റ് എന്താണ്, ഫാക്ടറി കോസ്റ്റ് എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണ്, ടോട്ടൽ കോസ്റ്റ് എന്താണ് തുടങ്ങി മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് കോസ്റ്റും എന്താണെന്നുള്ള കാര്യം നിങ്ങൾ റിവൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോബ്ലംസിലേക്ക് കിടക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രോബ്ലംസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ കോസ്റ്റ് ലാഡറിന്റെ ഫിഗർ ഞാൻ സൊല്യൂഷൻ പാർട്ടിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ സൊല്യൂഷൻ ചെയ്തു പോകുമ്പോൾ അങ്ങനെ ലാഡർ കോസ്റ്റ് വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. എക്സാം ടൈമിൽ നിങ്ങൾക്ക് വരച്ചിട്ടാണ് സൊല്യൂഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. വരച്ചാലും ഇല്ലെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും, വരച്ചില്ലെങ്കിലും ചിലവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയ രീതി എന്നുള്ളത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. First problem, in a factory, certain products is manufactured in batches of 50. The direct material cost per batch is 200 and direct labor cost is 350. Direct expenses is 100 and overhead is 250 per batch. Selling price is 40% of the factory cost. If profit is 10% of the selling price, find the selling price of each product. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. ഈ തന്നിരിക്കുന്ന എമൗണ്ട്സ് എല്ലാം റുപ്പീസിലാണ്. ഒരു ഫാക്ടറിയിൽ 50 എണ്ണത്തിന്റെ ബാച്ചസ് ആയിട്ടാണ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോ ബാച്ചിന്റെയും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്രയാണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ്, ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് തുടങ്ങിയ പ്രോഫിറ്റ് തുടങ്ങിയ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പ്രൊഡക്റ്റിന്റെയും വാല്യൂ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കൊടുത്തിരിക്കുന്ന 200, 350 തുടങ്ങിയ വാല്യൂസ് എല്ലാം ഒരു ബാച്ചിലാണ്. ഒരു ബാച്ചിന്റെ 50 എന്നുള്ളത് ടോട്ടൽ നമ്പർ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ഒരു ബാച്ചിന്റെ ആയിരിക്കും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ആക്ച്വലി ഓഫ് ഈച്ച് പ്രൊഡക്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ ബാച്ചിന്റെ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ 50 ആണ് ടോട്ടൽ ബാച്ചസ്. ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പൊ ഞാൻ അടുത്തതിന്റെ സൊല്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ തന്നെ സ്വയം മുമ്പ് പഠിച്ച കോസ്റ്റ് ലാഡർ വെച്ച് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. കണ്ടെത്തിയതിനു ശേഷം കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് കടന്നാൽ മതി. സൊല്യൂഷൻ. അപ്പോൾ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ പ്രൈം കോസ്റ്റ് ആണ്. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഒപ്പം ഡയറക്റ്റ് എക്സ്പെൻസസും തന്നിട്ടുണ്ട്. ഇവ മൂന്നും കൂടി ആഡ് ചെയ്താലാണ് കോസ്റ്റ് ലാഡറിൽ പ്രൈം കോസ്റ്റ് എന്ന വാല്യൂ കിട്ടുക. ഇവിടെ ഞാൻ ഈ സൊല്യൂഷനിൽ പ്രൈം കോസ്റ്റിന് ഉൾപ്പെടെയുള്ള ഈ കോസ്റ്റ് ലാഡർ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് കോസ്റ്റ് ലാഡർ ഇവിടെ കാണിക്കണം എന്നില്ല. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പാർട്ട് മാത്രം റെപ്രസെന്റ് ചെയ്താലും മതി. ഡൗട്ട് ഉള്ളവർ മാത്രം ഈ കോസ്റ്റ് ലാഡർ കൂടി വരച്ചാൽ മതി. അപ്പോൾ പ്രൈം കോസ്റ്റ് ഈസ് ദ സം ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ മൂന്ന് വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടോട്ടൽ 650 എന്ന എമൗണ്ട് പ്രൈം കോസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത ഫാക്ടറി കോസ്റ്റ് കാണണം. ഫാക്ടറി കോസ്റ്റ് ഈസ് എ സം ഓഫ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡിന് തന്നെ ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയാറുണ്ട്. മുമ്പ് കണ്ടുപിടിച്ച 650 എന്ന പ്രൈം കോസ്റ്റിന്റെ ഒപ്പം ഫാക്ടറി എക്സ്പെൻസസ് ആയ 250 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 900 റുപ്പീസ് എന്ന ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇനി അടുത്ത് കാണാനുള്ളത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ
എക്സ്പെൻസസ് എന്ന വാല്യൂ ക്വസ്റ്റ്യനിൽ ഇല്ല, അത് 0 ആയിട്ട് അപ്പോൾ അസ്യൂം ചെയ്യണം. ഇതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന പ്രോബ്ലംസിലും ചില ഓവർ ഹെഡുകളുടെ വാല്യൂ കണ്ടെന്ന് വരില്ല. അപ്പൊ ആ വാല്യൂസ് 0 ആയിട്ട് എടുക്കണം. 0 ആയി എടുത്തു കഴിഞ്ഞാൽ ഫാക്ടറി ഓവർ ഹെഡ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഈ വാല്യൂ 0 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പൊ മുമ്പ് കണ്ടുപിടിച്ച 900 തന്നെയായിരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടും വരിക. 900 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 900. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് വരെ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. അടുത്തത് കണ്ട് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ഓവർ ഹെഡ്. സെല്ലിംഗ് ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് 40%. സോ 40 ഇൻറ്റു 900/100 അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ എത്രയാണെന്ന് കിട്ടും. അത് 900-നൊപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ രണ്ട് വാല്യൂ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോൾ ടോട്ടലായി വരുന്ന സമ്മ് 1260 ആണ്. അതാണ് ടോട്ടൽ കോസ്റ്റ്. അടുത്ത് കാണേണ്ട എമൗണ്ട് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് രണ്ടും സെയിം ആണ്. ചിലപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് ഈസ് എ സം ഓഫ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ എസ് എന്നാണ് അസ്യൂം ചെയ്യുക. കാരണം ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടില്ല, നമ്മൾ അത് കണ്ടുപിടിക്കാൻ അതിനെ എസ് എന്ന് അസ്യൂം ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 10% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റിന്റെ വാല്യൂ അപ്പോൾ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എസ് എന്ന് അസ്യൂം ചെയ്യും. ലെറ്റ് സെല്ലിംഗ് പ്രൈസ് ബി എസ്. എസ് ഈസ് ഈക്വൽ ടു 1260. അതാണ് ടോട്ടൽ കോസ്റ്റ്, മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1260 പ്ലസ് 0.1s എന്ന് നമ്മൾ ആ ഇക്വേഷൻ അവിടെ ഫോർമുലേറ്റ് ചെയ്യും. അതിൽ നിന്നും നമ്മൾ എസ് എന്ന വാല്യൂ കണ്ടുപിടിക്കാനായി 1260 ഡിവൈഡ് ഈ എസ് എന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എസ് മൈനസ് 0.1s വിച്ച് ഈസ് 0.9s. 0.9s എന്ന് പറയുന്നത് 1260 ആണ്. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു 1260 ഡിവൈഡഡ് ബൈ 0.9. ഈ 0.9 കിട്ടിയത് എസ് മൈനസ് 0.1 ആണ്. എന്ന് വെച്ചാൽ 1s മൈനസ് 0.1s വിച്ച് ഈസ് 0.9s. അപ്പൊ 0.9sലെ 0.9 താഴെ കൊണ്ടുവരുമ്പോൾ 1260 ഡിവൈഡഡ് ബൈ 0.9 ഈസ് ഈക്വൽ ടു 1400. 1400 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 50 പ്രൊഡക്റ്റ്. 50 പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എമൗണ്ട് ആണ് 1400. ഇതൊരു ബാച്ചിന്റെ പ്രൈസ് ആണ്. ഒരു ബാച്ചിൽ 50 പ്രൊഡക്റ്റ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള പൈസയാണ്. അപ്പോൾ 1400 ഡിവൈഡഡ് ബൈ 50 റുപ്പീസ് 28. 28 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഇതുപോലെ ഫസ്റ്റ് നിങ്ങളൊരു കോസ്റ്റ് ലാഡർ വരയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ അത് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ഓരോ കോസ്റ്റുകളെ കണ്ടുപിടിച്ച് പോവുക. ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസ് കിട്ടും. സെല്ലിംഗ് പ്രൈസ് പലരും ഈ 1400 എന്ന വാല്യൂ വെച്ച് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് വായിക്കണം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 50 പ്രൊഡക്റ്റിന്റെ ഒരു ബാച്ച് ആണെന്ന് പറയും, ഒരു പ്രൊഡക്റ്റിന്റെയാണ് കാണാൻ പറയുക. അപ്പൊ എപ്പോഴും ഈ ഡിവൈഡ് ചെയ്യാൻ മറന്നു പോകരുത്. 1400 ബൈ 50 കൂടി ചെയ്ത് റുപ്പീസ് 28 എന്ന് കിട്ടിയാലേ എക്സാക്റ്റ് ആയ വാല്യൂ ആവുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഇത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യാൻ. ഇതുപോലെയോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെയോ ചിലപ്പോൾ നിങ്ങളുടെ എക്സാംസിനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം: എ സ്മോൾ ഫേം ഈസ് പ്രൊഡ്യൂസിംഗ് 100 pens per day. The direct material cost is found to be rupees 160. Direct labor cost is rupees 200. And factory overheads chargeable to it is rupees 250. If the selling on cost is 40% of the factory cost, what must be the selling price of each pen to realize a profit of 14.6% of the selling price? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ ഈ ഫേമിൽ 100 പെൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, ലേബർ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ഫാക്ടറി ഓവർ ഹെഡുകളും തന്നിട്ടുണ്ട്. ഇവയെല്ലാം ഒരു ദിവസത്തെ കണക്കാണ്. ഒരു ദിവസത്തിന് വേണ്ട ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും ഓവർ ഹെഡുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ വാല്യൂ ആണ് കിട്ടുക. അതിൽ നിന്നും ഒരു പെന്നിന്റെ അല്ലെങ്കിൽ ഒരു
ഈച്ച് പെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് പെൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ എമൗണ്ടിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ ടോട്ടൽ ആയിട്ടുള്ള ഒരു പെന്നിന്റെ ഒരു ദിവസം ഉണ്ടാക്കുന്ന ടോട്ടൽ എമൗണ്ടിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ ഒരു പെന്നിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്ന് കിട്ടുകയുള്ളൂ. ടോട്ടൽ എമൗണ്ടിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ഒരു പെന്നിന്റെ വിലയാവുകയുള്ളൂ. ഈ പ്രോബ്ലം നിങ്ങൾ സ്വയം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്വയം അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം സൊല്യൂഷൻ എന്ന വീഡിയോയിലെ പാർട്ടിലേക്ക് ചെന്നാൽ മതി. സൊല്യൂഷനിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്പർ ഓഫ് പെൻസ് മാനുഫാക്ചർ പെർ ഡേ എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പ്രൈം കോസ്റ്റ് ആണ്. ഇവിടെ പ്രൈം കോസ്റ്റ് കാണാനായിട്ട് ഈ 3 വാല്യൂസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന കൺസെപ്റ്റ് ഇല്ല. ഇത് രണ്ടെണ്ണം ആഡ് ചെയ്താൽ മതി. ഇത് 0 ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റും കൂടി ആഡ് ചെയ്താൽ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിന്റെ ഒപ്പം ഫാക്ടറി ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്താൽ, ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാലും ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. പ്രൈം കോസ്റ്റിന്റെ ഒപ്പം ഫാക്ടറി ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്താൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇവിടെ ഒറ്റയടിക്ക് ഇത്രയധികം കാര്യങ്ങൾ, ഈ 3ഉം ഈ 1ഉം ഈ 4 കൂടി ആഡ് ചെയ്ത് ഒറ്റയടിക്ക് ഫാക്ടറി കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫാക്ടറി കോസ്റ്റ് ഈസ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ ചാർജസ് പ്ലസ് ഇവിടെ എക്സ്പെൻസ് ഇല്ല, അതുകൊണ്ട് 0 പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്. ഈ 4ഉം കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് ഫാക്ടറി ഓവർ ഹെഡ്. അത് 160 പ്ലസ് 200 പ്ലസ് 250 610 ആണെന്ന് എമൗണ്ട് 610 റുപ്പീസ് ആയിട്ടാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, സെല്ലിംഗ് ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് തന്നിട്ടില്ല. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ 0 ആയിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ സെല്ലിംഗ് ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് ഓവർ ഹെഡ് 40% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 40% ഓഫ് ഫാക്ടറി കോസ്റ്റ് വിച്ച് ഈസ് 40/100 ഇൻറ്റു ഫാക്ടറി കോസ്റ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 610. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 610 വിച്ച് ഈസ് ഈക്വൽ ടു 244 റുപ്പീസ്. അപ്പോൾ സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറയുന്ന വാല്യൂ 244 ആണ്. ഇനി ടോട്ടൽ കോസ്റ്റ് കാണാനായിട്ട് സെല്ലിംഗ് ഓവർ ഹെഡ് പ്ലസ് ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്യാം. ഫാക്ടറി കോസ്റ്റും പ്രൊഡക്ഷൻ കോസ്റ്റും സെയിം ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ഓവർ ഹെഡ് അല്ലെങ്കിൽ സെല്ലിംഗ് ഓൺ കോസ്റ്റ് വിച്ച് ഈസ് 610 പ്ലസ് 244 854. ടോട്ടൽ കോസ്റ്റ് എന്ന വാല്യൂ 854 ആണെന്ന് കിട്ടി. നമുക്കറിയാവുന്ന വേറൊരു കാര്യം, സെല്ലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുക. അപ്പൊ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 14.6% ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു ഡാറ്റയാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ 14.6% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായി 854 പ്ലസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച ടോട്ടൽ കോസ്റ്റ്, അതാണ് 854. സെല്ലിംഗ് പ്രൈസ് കാണാനായി അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് കാണാനായി ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 14.6, 854 പ്ലസ് 14.6% ഓഫ് 854. ഇതിലും മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ സെല്ലിംഗ് പ്രൈസുകളെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. സെല്ലിംഗ് പ്രൈസ് മൈനസ് 14.6% ഓഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 854. സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ 854 എന്ന വാല്യൂ മാത്രം നിലനിർത്തി. അതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് എന്ന വാല്യൂ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 1 മൈനസ് 14.6 ഡിവൈഡ് ബൈ 100 0.146 ഈസ് ഈക്വൽ ടു 854. ആ വാല്യൂ മൈനസ് ചെയ്താൽ 0.854 എന്ന് കിട്ടും. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 854 ഡിവൈഡഡ് ബൈ 0.854 വിച്ച് ഈസ് 1000. ഇത് സെല്ലിംഗ് പ്രൈസ് പെർ ഡേ ആണ്. ഒരു ഡേയിൽ ടോട്ടൽ ആയിട്ട് ഉണ്ടാകുന്ന സെല്ലിംഗ് പ്രൈസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് പെന്നാണ്. ഒരു പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ദിവസം 100 പെൻസ് ആണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു ₹10. 10 രൂപയാണ് ഒരു പേനയുടെ സെല്ലിംഗ് പ്രൈസ്. ഈ ക്വസ്റ്റ്യനിലും ലാസ്റ്റ് നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. പലരും തെറ്റിക്കുന്ന കാര്യം, ഈ സ്റ്റെപ്പുകളെല്ലാം ചെയ്യും, പക്ഷെ ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 100 എന്ന സ്റ്റേജ് ചെയ്യാൻ മറക്കാറുണ്ട്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. Next problem is, the market price of a product is 200. The discount allowed is 20% of the market price. The selling expenses are equal to factory cost and the relation between material cost, labor cost and factory expenses is 1:3:2. If the labor cost is ₹30, what profit is being made on this product? ഇവിടെ ശ്രദ്ധിക്കുക, മുമ്പ് നമ്മൾ പഠിച്ച രണ്ട് പ്രോബ്ലംസിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് ഇവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 20%. അത് കൂടാതെ ഓരോ കോസ്റ്റുകളും, മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഫാക്ടറി എക്സ്പെൻസസും എത്രയാണെന്ന് ഈച്ച് തരാതെ അതിന്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ഇവിടെ ലേബർ കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്, ലേബർ കോസ്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ ബാക്കി രണ്ടെണ്ണത്തിന്റെ റേഷ്യോസും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ഈ പ്രോബ്ലത്തിന്റെ കഴിഞ്ഞ രണ്ട് പ്രോബ്ലങ്ങളിൽ നിന്നുള്ള ചേഞ്ച്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. ഈ പ്രോബ്ലം നിങ്ങൾ സ്വയം അറ്റംപ്റ്റ് ചെയ്യുക, മുമ്പുള്ള പോലെ തന്നെ സ്വയം അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ കിട്ടിയ ആൻസർ കമ്പയർ ചെയ്യാനായിട്ട് സൊല്യൂഷൻ പാർട്ടിലേക്ക് ചെന്നാൽ മതി. സൊല്യൂഷൻ പാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലേബർ ചാർജുകൾ തന്നിട്ടുണ്ട്, അത് ₹30 ആണ്. ഒപ്പം മെറ്റീരിയൽ കോസ്റ്റിന്റെയും ലേബർ കോസ്റ്റിന്റെയും ഫാക്ടറി എക്സ്പെൻസസിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട്, അത് 1:3:2 ആണ്. ഇതിൽ ഒരു വാല്യൂ ലേബർ കോസ്റ്റ് 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 30 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 3 എന്ന് വെച്ചാൽ 30 ആണ്. അങ്ങനെയാണെങ്കിൽ 1 എത്രയാണ്? 10 ആണ്. അത് നമുക്ക് കാണാനായിട്ട് 30 × 1/3 ചെയ്താൽ മതി, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇനി 3 എന്ന് വെച്ചാൽ 30 ആണ്, 1 എന്ന് വെച്ചാൽ 10 ആണ്, അങ്ങനെയാണെങ്കിൽ 2 എന്ന് വെച്ചാൽ എത്രയാ? 20 ആയിരിക്കും. അത് കാണാനായിട്ട് 30 × 2/3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റും കിട്ടും, ഫാക്ടറി എക്സ്പെൻസസും കിട്ടും. അപ്പൊ മുമ്പ് കണ്ട പ്രോബ്ലം പോലെ തന്നെ ഈ ക്വസ്റ്റ്യനിലും ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. അപ്പൊ പ്രൈം കോസ്റ്റ് കാണുക എന്നുള്ള ഒരു സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഫാക്ടറി ഓവർ ഹെഡും കൂടി ആഡ് ചെയ്ത എമൗണ്ട്, അതാണ് ഫാക്ടറി കോസ്റ്റ്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് അത് 0 ആണ്. അപ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഫാക്ടറി എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്താലാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. ആ എമൗണ്ട് ഇവിടെ ഒറ്റയടിക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ്, വിച്ച് ഈസ് 10 + 20 + 30. 30 എന്ന് പറയുന്നത് ഫാക്ടറി എക്സ്പെൻസസ് ആണ്. ഈ 3 വാല്യൂസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് ആയി. അടുത്തത് സെല്ലിംഗ് എക്സ്പെൻസസ് കാണാം. സെല്ലിംഗ് എക്സ്പെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെല്ലിംഗ് ഓവർ ഹെഡ് തന്നെയാണ്. അപ്പൊ സെല്ലിംഗ് ഓവർ ഹെഡിന് പറയുന്ന വേറൊരു പേരാണ് സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസ് ഇവിടെ ഫാക്ടറി കോസ്റ്റ് തന്നെയാണ് എന്ന് തന്നിട്ടുണ്ട്. ഫാക്ടറി കോസ്റ്റ് ഈസ് ₹60, വിച്ച് ഈസ് സെയിം ആസ് സെല്ലിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാണാൻ പറ്റും. ടോട്ടൽ കോസ്റ്റ് ഈസ് സം ഓഫ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റും ഫാക്ടറി കോസ്റ്റും സെയിം ആണ്. അതിന്റെ റീസൺ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന വാല്യൂ ഈ ക്വസ്റ്റ്യനിലും 0 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലംസിലും അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന വാല്യൂ ഇല്ല. മിക്കവാറും പ്രോബ്ലംസിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കാണാറില്ല. അതുകൊണ്ട് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാലും ആ കണ്ടീഷൻസിൽ സെയിം ആയിരിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പൊ 60 + 60 120 ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ്. ഇനി ആ ടോട്ടൽ കോസ്റ്റിന്റെ ഒപ്പം പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് സെല്ലിംഗ് കോസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കിട്ടുക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ്, അതായത് 120 + പ്രോഫിറ്റ്, അതാണ് സെല്ലിംഗ് പ്രൈസ്. സോ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 120 + പ്രോഫിറ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, ₹200 ആണെന്ന് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നത് 20% ഓഫ് മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്നുള്ളത് കണ്ടെത്തി വെച്ചിട്ടുണ്ട്.
മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 ആണെന്ന് പറയാം, ഡിസ്കൗണ്ട് 20 ആണെന്ന് പറയാം. നമ്മൾ അതിൽ നിന്നും തിരിച്ച് ബാക്കിലോട്ട് പോവുകയാണ്. ഡിസ്കൗണ്ട് അലൗഡ് ഈസ് ഈക്വൽ ടു 20% ഓഫ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 200 ആണ്, അതിന്റെ 20% കണ്ടുപിടിക്കുക, വിച്ച് ഈസ് 20/100 into 200 rupees 40. 40 രൂപയാണ് ഈ കേസിലെ ഡിസ്കൗണ്ട് വാല്യൂ. ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് കോസ്റ്റ് കിട്ടും. അപ്പൊ മാർക്കറ്റ് പ്രൈസ് 200 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 200 - 40 ചെയ്ത് കഴിഞ്ഞാൽ 160 എന്ന വാല്യൂ കിട്ടും. ഈ 160 ആണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 160 ആണ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന്റെയും പ്രോഫിറ്റിന്റെയും സമ്മാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 120. അതിൻ്റെ ഒപ്പം ഒരു വാല്യൂ ആഡ് ചെയ്തപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് ആയ 160 കിട്ടി. അപ്പൊ അതിൽ നിന്നും പ്രോഫിറ്റ് കാണാനായി 160 - 120 ചെയ്താൽ മതി, വിച്ച് ഈസ് 40. അപ്പൊ 40 രൂപയായിരിക്കും ഈ കേസിലെ ഈ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. കോസ്റ്റ് ലാഡർ വെച്ചുള്ള 3 പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചത്. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്ങനെയാണ് ഓവർ ഹെഡ് എക്സ്പെൻസസ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും ഓവർ ഹെഡ് എക്സ്പെൻസസ് 3% രീതികളിലാണ് അലോക്കേറ്റ് ചെയ്യാറുള്ളത്. പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പൊ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് യൂസ്ഡ് വേർ ലേബർ ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ് ആർ നിയർലി സെയിം. റേറ്റ് ഓഫ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓവർഹെഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈം കോസ്റ്റിലെ പെർസെൻറ്റേജ് ആയി ഓവർഹെഡ് എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ പറയും, അലോക്കേറ്റ് ഓവർഹെഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ടോട്ടൽ ഓവർഹെഡ് എത്രയാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. അത് ചെയ്തു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഓവർഹെഡ് കിട്ടും ഓൺ പ്രൈം കോസ്റ്റ്. പെർസെൻറ്റേജ് ഓഫ് ഓൺ പ്രൈം കോസ്റ്റ് എന്ന വാല്യൂ കിട്ടാനായിട്ട് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ചെയ്താൽ മതി. അത് പെർസെൻറ്റേജിലേക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യുന്നു. അടുത്തത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇതും മുൻപ് ചെയ്ത പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ് ചെയ്യുക. മുമ്പ് നമ്മൾ പ്രൈം കോസ്റ്റ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാറ്, ഇവിടെ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. അപ്പൊ താഴത്തെ ഡിനോമിനേറ്റർ മാത്രമേ മാറുന്നുള്ളൂ. അത് ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. ഓൺ പ്രൈം കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ചെയ്യുക. ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ചെയ്യുക. ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണാം. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജിലേക്ക് കിട്ടും. അപ്പൊ സെക്കൻഡ് വൺ, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ദിസ് ഇസ് വെരി സിമ്പിൾ ആൻഡ് അക്യുറേറ്റ് ആൻഡ് അപ്ലൈഡ് ടു മാനുവൽ വർക്ക്. മാനുവലായി ചെയ്യുന്ന വർക്കുകളിലാണ്, ലേബേഴ്സ് മാത്രം വരുന്ന വർക്കുകളിലാണ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരിക. ആദ്യത്തെ കേസ് പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്, ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും സെയിം ആയ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. തേർഡ് വൺ, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അതെന്താന്ന് നോക്കാം. മെറ്റീരിയൽ ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ്, മെറ്റീരിയൽ കോസ്റ്റ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് ചേഞ്ചസ് വിത്ത് ടൈം. സോ ദിസ് മെത്തേഡ് ഈസ് നോട്ട് അക്യുറേറ്റ് ആൻഡ് റിലയബിൾ ആൻഡ് ജനറലി നോട്ട് യൂസ്ഡ്. ജനറലി അത്ര യൂസ് ചെയ്യാത്തൊരു മെത്തേഡാണ്. കാരണം മെറ്റീരിയൽ കോസ്റ്റ് ടൈമിനനുസരിച്ചിട്ടും ചേഞ്ചസിനനുസരിച്ചിട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റേറ്റ് ഓഫ് ഓവർഹെഡ് ചിലപ്പോൾ കാണാൻ പറയാറുണ്ട്. പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ രീതിയിൽ അത് കാണാൻ പറയാറുണ്ട്. അത് കാണാനായി റേറ്റ് ഓഫ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. ഈ 3 ടോപ്പിക്കും കേൾക്കുമ്പോൾ വലിയ പേരുകളായി തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ ഓവർഹെഡ് എന്താണെന്ന് തരും, പ്രൈം കോസ്റ്റ് തരും, എന്നിട്ട് പെർസെൻറ്റേജ് കാണാൻ പറയും. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഓവർഹെഡും തരും, ഡയറക്റ്റ് ലേബർ കോസ്റ്റും തരും, ആ പെർസെൻറ്റേജ് എത്രയാണെന്ന് കാണാൻ പറയും. അല്ലെങ്കിൽ ടോട്ടൽ ഓവർഹെഡ് തരും, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തരും, എന്നിട്ട് അതിന്റെ പെർസെൻറ്റേജ് കാണാൻ പറയും. 3ആണെങ്കിലും ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ
ഓവർഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഓവർഹെഡ് ആണ്. ചിലപ്പോൾ ഓവർഹെഡുകളെ സ്പ്ലിറ്റ് ചെയ്ത് തരും. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞു തരും, സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞു തരും, ഓഫീസ് ഓവർഹെഡ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞു തരും. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ഓവർഹെഡുകൾ തന്നാൽ നിങ്ങൾ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, അതിനെ ലേബർ കോസ്റ്റോ അല്ലെങ്കിൽ പ്രൈം കോസ്റ്റോ മെറ്റീരിയൽ കോസ്റ്റോ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കിട്ടും. അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസും കൂടി ചെയ്യാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മാൻ അവർ റേറ്റ്. വർക്ക് ചെയ്യുന്ന മാൻ അവറിനെ ബേസ് ചെയ്തിട്ട് ഓവർഹെഡ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കുക, ടോട്ടൽ ടൈം സ്പെൻഡ് ബൈ ഡയറക്ട് ലേബർ ഈസ് കൺസിഡേർഡ് ബട്ട് നോട്ട് ദ വേജസ് പെയ്ഡ് ടു ദം. ദിസ് മെത്തേഡ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ യൂസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ്. ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനെ ഇവിടെ കൺസിഡർ ചെയ്യാനില്ല, പക്ഷെ അവർക്ക് കൊടുക്കുന്ന വേജസ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ ഇക്വേഷൻസും സിമ്പിൾ ആണ്. റേറ്റ് ഓഫ് ഓവർഹെഡ് കാണാൻ പറഞ്ഞാൽ എപ്പോഴും ഓവർഹെഡിന് അലോക്കേറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഓവർഹെഡ് കാണിക്കുക, ടോട്ടൽ ഓവർഹെഡ്. മുമ്പത്തെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു, ടോട്ടൽ ഓവർഹെഡ് ആയിരുന്നു ന്യൂമറേറ്ററിൽ വരിക. താഴെ ടോട്ടൽ പ്രൊഡക്റ്റീവ് മാൻ അവേഴ്സ്. മാൻ അവർ റേറ്റ് കാണാൻ പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റീവ് മാൻ അവേഴ്സ് കൊണ്ട് ഈ ടോട്ടൽ ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ റേറ്റ് ഓഫ് ഓവർഹെഡ് കിട്ടും പെർ മാൻ അവർ. മാൻ അവറിന്റെ ബേസിസിൽ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിന്റെ വർക്ക് പെർ അവറിന്റെ ബേസിസിൽ റേറ്റ് ഓഫ് ഓവർഹെഡ് കിട്ടും. അടുത്ത് മെഷീൻ അവർ റേറ്റ്. നമ്മൾ മുമ്പ് മാൻ അവറിന്റെ ബേസിസിലാണ് ഓവർഹെഡ് പറയാറുള്ളത്, ഇവിടെ മെഷീൻ അവറിന്റെ ബേസിസിൽ ഓവർഹെഡ് പറയും. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രൊഡക്റ്റീവ് മെഷീൻ അവേഴ്സ്. മെഷീൻ അവേഴ്സ് വെച്ച് ടോട്ടൽ ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ അവർ റേറ്റ് കിട്ടും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ വർക്ക് ഈസ് ഡൺ ഇൻ ഓട്ടോമാറ്റിക് മെഷീൻസ്. ഓട്ടോമാറ്റിക്കായ മെഷീൻസ് ചെയ്യുന്ന സ്ഥലത്താണ് മെഷീൻ അവേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മാനുവൽ ആയ വർക്ക് നടത്തുന്ന സ്ഥലത്താണ് മാൻ അവർ റേറ്റ് യൂസ് ചെയ്യാറുള്ളത്. മെഷീൻ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് മെഷീൻ അവർ റേറ്റ് യൂസ് ചെയ്യും, മാൻ അവർ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് മാൻ അവർ റേറ്റ് യൂസ് ചെയ്യും. Then third one is unit rate method. This method is suitable where only one type of production is carried out. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം നടക്കുന്ന സ്ഥലത്താണ് യൂണിറ്റ് റേറ്റ് മെത്തേഡ് കണ്ടുപിടിക്കാറുള്ളത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നോക്കാം. റേറ്റ് ഓഫ് ഓവർഹെഡ് പെർ യൂണിറ്റ്, യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട്. ആദ്യത്തെ രണ്ട് കേസിൽ മാനിനെയും മെഷീനെയും ബേസ് ചെയ്തിട്ടായിരുന്നു, ഇവിടെ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട്, വിച്ച് ഈസ് ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർ. എത്ര യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളത് ഡിനോമിനേറ്ററിൽ വരും, ടോട്ടൽ ഓവർഹെഡ് എന്നുള്ളത് ന്യൂമറേറ്ററിൽ വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കേസിലും അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ വളരെ എളുപ്പമാണ്. എല്ലാത്തിന്റെയും ന്യൂമറേറ്ററിൽ ഓവർഹെഡ് എന്ന വാല്യൂ എഴുതുക, ഡിനോമിനേറ്ററിൽ ഏത് വെച്ചിട്ടാണോ അലോക്കേറ്റ് ചെയ്യേണ്ടത്, അത് പ്രൈം കോസ്റ്റ് ആണെങ്കിൽ പ്രൈം കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മാനുവേഴ്സ് ആണെങ്കിൽ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക, പെർസെന്റേജിലേക്ക് ആക്കാൻ പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഫ്രാക്ഷൻ മാത്രം കണ്ടെത്തുക. ഇതാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ് കാണാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് ഇത് വെച്ചുള്ള വളരെ സിമ്പിൾ ആയ ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. 6 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കാം. ടോട്ടൽ ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് 10,000 ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. Total direct material cost is 14,000 and total direct labor cost is 13,000. Allocate the overhead expenses by following method. Percentage on direct labor cost, second part percentage on direct material cost. അപ്പോൾ ഇവിടെ വളരെ എളുപ്പമാണ്. ഓവർഹെഡ് എന്താണെന്ന് തന്നിട്ടുണ്ട്, ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്, ടോട്ടൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇനി രണ്ട് പാർട്ട് കണ്ടുപിടിക്കാനുള്ളത് രണ്ടിന്റെയും പെർസെൻറ്റേജ് ആണ്. ഓൾറെഡി ഞാൻ ഇക്വേഷൻസ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് ഇതിന്റെ സൊല്യൂഷൻ സ്വയം കണ്ടെത്തുക. കിട്ടിയില്ലെങ്കിൽ മാത്രം അടുത്ത സൊല്യൂഷൻ പാർട്ടിലേക്ക് പോയാൽ മതി. സൊല്യൂഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി ടോട്ടൽ ഓവർഹെഡ് എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും തന്നിട്ടുണ്ട്. ക്വസ്റ്റിന്റെ ആദ്യത്തെ പാർട്ട് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണാനാണ്. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണാനായി ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ചെയ്യുക. അത് 10,000 ഡിവൈഡഡ് ബൈ 14,000 ആണ്. അതിന് പെർസെൻറ്റേജിലേക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 14,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, ഇത് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 25% ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് 25%. സിമിലർലി പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കാണാനായിട്ട് ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കാണുക. ടോട്ടൽ ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ടോട്ടൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റും തന്നിട്ടുണ്ട്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആയി. 10,000 ഡിവൈഡഡ് ബൈ 13,000 ഇൻറ്റു 100 വിച്ച് ഈസ് 33.3%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സൊല്യൂഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, വളരെ എളുപ്പമാണ്. അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ് എന്നൊരു പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ, പ്രോബ്ലത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അത് അറ്റംപ്റ്റ് ചെയ്യുക. വളരെ എളുപ്പമുള്ള പോർഷനാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഇക്വേഷൻസ് എളുപ്പമാണ്. ഇത് തിയറിയായി ചോദിച്ചാലും നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ കോസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ലാഡർ വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് പഠിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന ടോപ്പിക്കും അതുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പ്രോബ്ലംസുമാണ് പഠിച്ചത്. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ പിന്നീട് റിപ്പീറ്റഡ് ആയി വർക്ക് ചെയ്യുക. കാരണം വർക്ക് ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നും എങ്ങനെയാണ് എക്സാക്ട് വാല്യൂയിലേക്ക് എത്തുക എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയുകയുള്ളൂ. ഒപ്പം തന്നെ കോസ്റ്റ് ലാഡർ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കോസ്റ്റ് ലാഡർ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിൽ പ്രോബ്ലം ചോദിച്ചാലും, മാർക്കറ്റ് പ്രൈസ് കാണാൻ പറഞ്ഞാലും, സെല്ലിംഗ് പ്രൈസ് കാണാൻ പറഞ്ഞാലും, ഒപ്പം തന്നെ ഇടയിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് കാണാൻ പറഞ്ഞാലും, ഫാക്ടറി കോസ്റ്റ് കാണാൻ പറഞ്ഞാലും, ക്വസ്റ്റ്യൻ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും ലാഡർ കോസ്റ്റ് നിങ്ങൾക്ക് കോസ്റ്റ് ലാഡർ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അത് ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ഈ പ്രോബ്ലംസ് വർക്ക് ചെയ്യുക, നോട്ടിലേക്ക് കോപ്പി ചെയ്യുക, സ്വയം ചെയ്യാൻ ശ്രമിക്കുക, സ്വയം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഉത്തരം കിട്ടിയില്ലെങ്കിൽ മാത്രം പിന്നീട് ഈ വീഡിയോ ഒന്ന് കണ്ട് സൊല്യൂഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതോടുകൂടി കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇനി മോഡ്യൂളിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ആയ അക്സെപ്റ്റൻസ് സാമ്പിൾസും, അടുത്ത പാർട്ടുകളിൽ ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് ആയ അക്സെപ്റ്റൻസ് സാമ്പിളിങ്ങും ഒപ്പം തന്നെ ഡിപ്രിസിയേഷൻ തുടങ്ങിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.